ശശിയുടെ വിമത നീക്കത്തിന് തിരിച്ചടിയായി കൊഴിഞ്ഞാമ്പാറയിലെ 2 നേതാക്കൾ CPM-ൽ തിരിച്ചെത്തി. വിമത നേതാവ് M സതീശന്റെ വിശ്വസ്തൻ വിജയാനന്ദ്, കാർത്തിക് എന്നിവരാണ് CPM-ൽ തിരിച്ചെത്തിയത്. PK ശശി നേതൃത്വം നൽകുന്ന CPM വിമത കൂട്ടായ്മയെ തള്ളി ഒറ്റപ്പാലത്തെ CPM വിമതരും രംഗത്തെത്തി. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, സുരേഷ് ബാബുവിന്റെയും ഒപ്പം NN കൃഷ്ണദാസിന്റെയും ഒക്കെ പ്രതികരണം കുറച്ച് രാഷ്ട്രീയമാണ്. അതിനപ്പുറത്ത് ഈ ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയും റിയാസുദ്ദീനും ഒക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ കുറച്ച് സെൽഫ് ഗോളുമാണ്. മാധു, അതായത് PK ശശി ഈ CPM-ൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി, DYFI നേതാക്കൾ എന്നിവർക്കെതിരെയെല്ലാം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് PK ശശി ഉയർത്തുന്നത്. ആ ആരോപണങ്ങൾക്ക് മറുപടി മാത്രമല്ല, ഇപ്പോൾ ഇതാ PK ശശിക്കെതിരെ നിയമ നടപടിക്ക് കൂടി ഒരുങ്ങുകയാണ് CPIM. ഈ കഴിഞ്ഞ ദിവസം മുതലാണ് DYFIയുടെയും CPM-ന്റെയും ചില നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ PK ശശിക്കെതിരെ രംഗത്തേക്ക് എത്തിയിരുന്നത്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള V ചന്താമരാക്ഷന്റെ ഒരു പ്രതികരണമാണ്. ശശി തനിക്കൊപ്പം നിൽക്കാത്തവർക്കെതിരെ അപവാദം പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നത് SFI കാലം മുതൽ തന്നെ PK ശശിയുടെ രീതിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ CPM-ന്റെ മുതിർന്ന നേതാവായിട്ടുള്ള V ചന്താമരാക്ഷൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. CPM-ന്റെ ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K ജയദേവനാണെങ്കിൽ ശശി വിഭാഗതയുടെ നേതാവാണെന്ന് പറഞ്ഞപ്പോൾ ഈ KC റിയാസുദ്ദീൻ DYFIയുടെ പാലക്കാട് ജില്ലാ നേതാവാണ്. ശശിക്ക് പാർട്ടി ഓഫീസ് അനാശാസ്യ കേന്ദ്രമാണ് എന്ന രീതിയിലുള്ള ശശിക്കെതിരെ ചില വിമർശനങ്ങളും ആരോപണങ്ങളും തിരിച്ചുന്നയിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് PK ശശിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇപ്പോൾ CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉയർത്തിയിട്ടുള്ളത്. ജില്ലാ സെക്രട്ടറിക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു ഇന്നലെ PK ശശി ഈ വിമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. ആ കൺവെൻഷനിനിടയിൽ PK ശശി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഉടൻ തന്നെ PK ശശിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങും. ഇന്ന് 2 മണിക്ക് CPM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ച് PK ശശി പുറത്താക്കിയ ആ നടപടി ഈ ജില്ലാ കമ്മിറ്റി യോഗം പരിശോധിക്കും. അതിനോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിൽ PK ശശിക്കെതിരായിട്ടുള്ള നിയമ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാരണം എന്താണ്? എങ്ങനെയാണ് 2 പേർ തിരിച്ച് CPM-ലെത്തിയത്? മാധു, ഇതിനിടയിലാണ് ഇപ്പോൾ ഇതാ ഈ വിമത നീക്കത്തിന്, അതായത് PK ശശിയുടെ ഈ വിമത നീക്കത്തിന് ഒരു തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ട് കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് കൂടുതൽ ഈ CPM വിമതർ ഇപ്പോൾ CPM-ലേക്ക് തിരിച്ചെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ 10ാം വാർഡ് മെമ്പറായിട്ടുള്ള N വിജയാനന്ദ് CPM-ലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോൾ വിജയാനന്ദിന്റെ കൂടെയാണ് ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇപ്പോൾ CPM-ലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. പെരുമ്പാറച്ചുള്ള പാൽ സൊസൈറ്റി ഡയറക്ടറായിട്ടുള്ള S കാർത്തിക്കും അതുപോലെ തന്നെ മറ്റ് ചില ആളുകളുമാണ് ഇപ്പോൾ CPM-ലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. ഇവർ പറയുന്നത് ഈ വിമത നേതാവായിട്ടുള്ള സതീഷ് തന്റെ പേര് പറഞ്ഞുകൊണ്ട് പലരെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ വിജയാനന്ദിന്റെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിരവധി ആളുകളെ CPM-ൽ നിന്ന് വിമതപക്ഷത്തേക്ക് എത്തിച്ചു. പിന്നീട് UDF-നൊപ്പം പോവാൻ സതീഷ് തീരുമാനിച്ചത് അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെയാണ് തങ്ങൾ ഇപ്പോൾ ഇതാ വിമതപക്ഷത്ത് നിന്ന് പൂർണ്ണമായും CPM-ലേക്ക് തന്നെ തിരിച്ചെത്തുന്നത് എന്നുള്ളതാണ് S വിജയാനന്ദും അതുപോലെ തന്നെ ഈ പെരുമ്പാറച്ചുള്ള പാൽ സൊസൈറ്റിയിലെ ഡയറക്ടറായിട്ടുള്ള കാർത്തിക്കും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. തങ്ങൾ മാത്രമല്ല, തങ്ങളോടൊപ്പം പാർട്ടി വിട്ടുപോയ 300-ലധികം ആളുകൾ ഉടൻ തന്നെ ഈ വിമതപക്ഷത്ത് ഉള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് CPM-ലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഈ N വിജയാനന്ദും അതുപോലെ തന്നെ കാർത്തിക്കും അറിയിച്ചിട്ടുള്ളത്. മാധു, ഒറ്റപ്പാലത്തെ CPM വിമതർ രംഗത്തെത്തിയിരിക്കുകയാണ്. PK ശശി നേതൃത്വം നൽകുന്ന CPM വിമത കൂട്ടായ്മയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, കൂടുതൽ ആളുകൾ വിമതപക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന കൂടുതൽ ആളുകൾ CPM-ലേക്ക് തിരികെ എത്തുന്ന സാഹചര്യമുണ്ട്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.